നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ കൊള്ളസംഘത്തിന്റെ വെടിയേറ്റ് 2 മലയാളികൾ മരിച്ചു. കാളത്തൂർ സ്വദേശി റാഷിദ് ജമലുല്ലൈലി, കോഴിക്കോട് സ്വദേശി സാരംഗ് ധരൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബദർ അൽ മുല്ലയിലെ സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാർ. വെടിവെച്ചവർക്കായി അന്വേഷണം ഊർജിതം. ഖത്തറിലെ അന്യരാജ്യക്കാരായ തൊഴിലാളികളുടെ സ്ഥിതി ദയനീയമാണെന്ന് UN മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന റിപ്പോർട്ടിൽ ആവശ്യം. സമാധാനപരമായ ആവശ്യത്തിന് ആണവോർജ്ജ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ UAEയും അർജന്റീനയും തമ്മിൽ ധാരണ. ആണവോർജ്ജ മേഖലയിലെ അറിവുകൾ പങ്കുവെക്കാനും പരസ്പരം സഹായിക്കാനും ധാരണാപത്രത്തിൽ വ്യവസ്ഥ. മദ്യം വിറ്റ് കിട്ടുന്ന കാശ് ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി. ബീവറേജസ് കോർപ്പറേഷൻ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങില്ലെന്നും മുഖ്യമന്ത്രി. ബാർ ലൈസൻസ് വിവാദത്തിൽ ഉമ്മൻചാണ്ടിയും കെ ബാബുവും സ്വീകരിക്കുന്ന നിലപാട് മദ്യലോബിയെ സഹായിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് പിന്തുണ സുധീരന്. വാർത്തകളിലേക്ക് വിശദമായി. ഖത്തറിലെ അന്യരാജ്യക്കാരായ തൊഴിലാളികളുടെ സ്ഥിതി ദയനീയമാണെന്ന് UN മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യമുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തറിലെത്തിയ UN പ്രതിനിധിയാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. തൊഴിൽ ക്യാമ്പുകൾ, താമസ സ്ഥലങ്ങൾ, നാടുകടത്തൽ കേന്ദ്രങ്ങൾ, സെൻട്രൽ ജയിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് തെളിവെടുത്തത്. സമാധാനപരമായ ആവശ്യത്തിന് ആണവോർജ്ജ മേഖലയിൽ സഹകരിക്കാൻ UAEയും അർജന്റീനയും തമ്മിൽ ധാരണയായി. ആണവോർജ്ജ മേഖലയിലെ അറിവുകൾ പങ്കുവെക്കാനും പരസ്പരം സഹായിക്കാനും ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള അതിനൂതന സംവിധാനങ്ങളുമായി UAEയുടെ ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ സുപ്രധാനമായ സഹകരണമുണ്ടായത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ UAE വൈസ് പ്രസിഡന്റും UAE വൈസ് പ്രധാനമന്ത്രിയുമായ ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നടത്തുന്ന സന്ദർശനത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തീരുമാനങ്ങളിലൊന്നാണിത്. ഷെയ്ഖ് മുഹമ്മദിന്റെയും അർജന്റീന പ്രസിഡന്റ് ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഡിക്ഷണറിന്റെയും സാന്നിധ്യത്തിൽ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും അർജന്റീന മന്ത്രി ജൂലിയോ ഡി വിദോയുമാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. മസ്കറ്റിലെ വാദി കബീറിൽ മലയാളികളുടെ വീട്ടിൽ വൻ കവർച്ച. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് പിൻവാതിൽ പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് 35 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ശിവരാജും കുടുംബവും താമസിക്കുന്ന വാദി കബീറിലെ വില്ലയിലാണ് മോഷണം നടന്നത്. സഹോദരൻ ശങ്കറിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോയ കുടുംബം 2 ദിവസം മുമ്പാണ് മടങ്ങി വന്നത്. ആഴ്ചകളോളം വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ശങ്കർ ജോലി ചെയ്യുന്ന സ്ഥലമായതിനാൽ മസ്കത്തിലും വിവാഹ സ്വീകരണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിനായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 35 പവൻ ആഭരണങ്ങളും 200 റിയാൽ വില മതിക്കുന്ന ആഡംബര വാച്ചുമാണ് നഷ്ടപ്പെട്ടത്. 10:30ക്കും 10:30ക്കും ഇടയിലാണ്. 10:30 ഞങ്ങൾ തിരിച്ചു വന്നു. ഇവിടെ ഏകദേശം ഒരു 30 to 35 പവൻ്റെ അടുത്തുള്ള ഗോൾഡ്. പിന്നെ ബ്രദറിൻ്റെ മാരേജ് നടന്നുകൊണ്ട് അവൻ്റെ ഒരു പാർട്ടി ഞങ്ങളോട് ഓർഗനൈസ് ചെയ്യാനുള്ള കുറച്ച് ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രി കുടുംബം പുറത്തുപോയ സമയത്ത് കമ്പിപ്പാര ഉപയോഗിച്ച് പിൻവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ലാപ്ടോപ്പ് ഉൾപ്പെടെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. വീട്ടിൽ ആഭരണം കൊണ്ടുവന്നുവെന്ന് കൃത്യമായി സൂചന ലഭിച്ച ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ശിവരാജ് പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി തെളിവെടുത്തു. മസ്കത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കുന്ന ഇത്തരം മോഷണം പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. കുവൈറ്റിൽ മലയാളികൾ കൊള്ളസംഘത്തിന്റെ വെടിയേറ്റ് മരിച്ചു. സെക്യൂരിറ്റി കമ്പനി ജീവനക്കാരായ കോഴിക്കോട് മലാപ്പറമ്പ് വലിയ പറമ്പിൽ സാരംഗ് ധരൻ, മലപ്പുറം വളാഞ്ചേരി മൂർക്കനാട് പുന്നക്കാട് റാഷിദ് ജമലുല്ലൈലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്നലെ രാത്രി 10:30 സുലേബിയ വെജിറ്റബിൾ മാർക്കറ്റിനോട് ചേർന്നുള്ള ഓൺ കോസ്റ്റ് സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് സംഭവം. സൂപ്പർ മാർക്കറ്റിലെ കളക്ഷൻ പണം കൊണ്ടുപോകാനെത്തിയ അൽമുല്ല സെക്യൂരിറ്റി കമ്പനിയിലെ ഡ്യൂട്ടി ഓഫീസർ, കോഴിക്കോട് മാലാപ്പറമ്പ് വലിയ പറമ്പിൽ സാരംഗ് ധരൻ, ഇതേ കമ്പനിയിലെ ബാക്ക്മാൻ, മലപ്പുറം വളാഞ്ചേരി പുന്നക്കാട് സയ്യിദ് റാഷിദ് ജമാലുല്ലൈൽ എന്നിവരെയാണ് കൊള്ളസംഘം ആക്രമിച്ചത്. സൂപ്പർ മാർക്കറ്റിന്റെ പിറകുവശത്തെ വാതിലിലൂടെ വാഹനത്തിലേക്ക് നടക്കുകയായിരുന്ന ഇവർക്കു നേരെ മുഖംമൂടിധാരികൾ വെടിവെക്കുകയായിരുന്നു. ഒരാളുടെ ജീവൻ ഒരു ചെറിയ അനക്കം കണ്ടിട്ട് അവർ പെട്ടെന്ന് കൊണ്ടുപോയി. പിന്നീട് കാലത്തേക്ക് മറ്റേ പുള്ളി മരിച്ചെന്നാണ്. ക്യാഷും കൊണ്ട് 2 സെക്കൻഡുകൾക്ക് അവർ പോയായിരുന്നു. മുഖംമൂടി ധരിച്ചിട്ടായിരുന്നു വന്നത്. 3 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് അവർ ആകാശത്തേക്ക് തൊഴിലാ വെടി തീർത്തു. പിന്നീടാണ് ഇവരെ വെടിവെച്ചത്. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇറങ്ങും ടൈം അവർക്ക് അറിയാം. അടുത്ത കാലിന് ക്യാഷ് പിടിച്ചിട്ട് പോകുന്നുള്ളത് അറിയാവുന്ന
ഇതായിട്ട് അറിയാവുന്ന പാർട്ടീസാണ് ഇത് വന്ന് ചെയ്തേക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലും പരിസരങ്ങളിലും ആളുകളുണ്ടായിരുന്നെങ്കിലും കലാഷ്നിക്കോവ് തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമികൾ കൊള്ളയും കൊലയും നടത്തിയത്. 13,000 ദിനാറോളം അക്രമികൾ കൊണ്ടുപോയതാണ് വിവരം. സെക്യൂരിറ്റി വാഹനത്തിന്റെ ഡ്രൈവറായ ശ്രീലങ്കൻ സ്വദേശി വാഹനത്തിനകത്തായിരുന്നതിനാൽ അക്രമികളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ശാരംഗധരൻ സംഭവസ്ഥലത്തു വെച്ചും റാഷിദ് ആശുപത്രിയിലേക്കുള്ള മാർഗമധ്യേയുമാണ് മരിച്ചത്. 55 വയസ്സുള്ള ശാരംഗധരൻ 16 വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. റാഷിദ് 6 മാസം മുമ്പാണ് കുവൈത്തിലെത്തിയത്. മൃതദേഹങ്ങൾ ഫർവാനി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. 7 വർഷമായി ഒരേ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞ സഹപ്രവർത്തകന്റെ ആകസ്മിക വിയോഗത്തിന്റെ ആഘാതത്തിലാണ് കൊല്ലം ശൂരനാട് സ്വദേശി വിജയൻ പിള്ള. കഴിഞ്ഞ 7 വർഷമായി പ്രവാസത്തിന്റെ കയ്പും നൊമ്പരങ്ങളും പങ്കുവച്ച് ഒരേ മുറിയിൽ ഒരു ചാൺ അകലത്തിലിട്ട 2 കട്ടിലുകളിലായി താമസിച്ചു വരികയായിരുന്നു വിജയൻ പിള്ളയും വെടിയേറ്റ് മരിച്ച ശാരംഗധരനും. പതിവ് പോലെ ജോലിക്കായി മുറിവിട്ടു പോയ സുഹൃത്ത് ഇനിയൊരിക്കലും മടങ്ങിവരില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വിജയൻ പിള്ള. ഞാനിപ്പോൾ പുള്ളിയായിട്ട് 7 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു റൂമിലാണ് താമസിക്കുന്നത്. എനിക്ക് ഇന്നലെ വെള്ളിയാഴ്ച ഈ ഷിഫ്റ്റ് ചേഞ്ച് ആവുന്ന ഇതായതുകൊണ്ട് എനിക്ക് ഇന്നലെ 2 മണിക്ക് പോകണമായിരുന്നു. പുള്ളിക്ക് 6 മണിക്കായിരുന്നു ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് കമ്പനി രാത്രി ഒരു 10:15 ആകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായി, പുള്ളിയാണ് മരിക്കപ്പെട്ടതെന്നുള്ളത്. 16 വർഷം മുമ്പ് പ്രവാസ ജീവിതം തുടങ്ങിയ നാൾ മുതൽ ശാരംഗധരനുമായുള്ള സൗഹൃദത്തിന്റെ കഥയാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഹരികുമാറിന് പറയാനുണ്ടായിരുന്നത്. മുറിയിൽ ശാരംഗധരന്റെ കട്ടിലിൽ അവസാനമായി മകളുടെ പേർക്ക് പണമയച്ചതിന്റെ രസീതി മക്കളായ അമ്മുവിനും ചിന്നുവിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതമെന്ന് സുഹൃത്തുക്കൾ. പുള്ളിയുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം വളരെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചൂടെ കഴിയുന്നൊരു വ്യക്തിയായിരുന്നു. അത് അവരുടെ കാര്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്. കമ്പനിയിൽ തുടക്കക്കാരനായ റാഷിദിനെ കുറിച്ചും ഒപ്പം താമസിച്ചിരുന്നവർക്കെല്ലാം നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. റാഷിദിന്റെ കട്ടിലിന് ചുവട്ടിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഇവ നോക്കി നെടുവീർപ്പിടുകയാണ് ഇതേ മുറിയിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരനായ മുഹമ്മദ് കട്ടക്. ഈ മുറിയിൽ ഇപ്പോൾ വിജയൻ പിള്ള തനിച്ചാണ്. 7 വർഷത്തോളമായി കൊല്ലപ്പെട്ട ശാരംഗധരനും ഇദ്ദേഹവും ഇവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അബ്ബാസിയയിലെ അൽമുല്ല ക്യാമ്പിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1. കേരള സാഹിത്യ അക്കാദമി ഖത്തറിൽ സംഘടിപ്പിച്ച അക്ഷരപ്രവാസം സാഹിത്യ ശില്പശാലയിൽ കുട്ടികൾക്കായി ഒരുക്കിയ സാഹിത്യ സംവാദം ശ്രദ്ധേയമായി. മലയാള ഭാഷയെ അടുത്തറിയാനായി ദോഹയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 100ഓളം കുട്ടികളാണ് ക്യാമ്പിൽ എത്തിയത്. മലയാളത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരെ നേരിൽ കാണാനും തങ്ങളുടെ രചനകൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അവസരം ലഭിച്ചതിലുള്ള ത്രില്ലിലാണ് ദോഹയിലെ ഈ കുട്ടികൾ. ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററുമായി സഹകരിച്ച് കേരള സാഹിത്യ അക്കാദമിയാണ് അക്ഷരപ്രവാസം 2014 ശില്പശാല സംഘടിപ്പിച്ചത്. പ്രവാസത്തിനിടെ നഷ്ടമാവുന്ന മലയാണ്മയെ തിരിച്ചുപിടിക്കാനുള്ള ഉദ്യമത്തെ കുട്ടികൾ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് അറിയുന്ന അറിവുകൾ ഞങ്ങൾക്കും കൂടി കുറച്ചും കൂടി ഞങ്ങൾക്ക് അറിയാനായിട്ടൊരാകുന്നു, അതും കൂടി അറിയാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസ ലോകത്തെ കുരുന്നുകൾക്ക് അപൂർവമായി ലഭിച്ച അവസരം കുട്ടികൾ നന്നായി പ്രയോജനപ്പെടുത്തി. പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റുമായ എം മുകുന്ദൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവൻ ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് അക്ബർ കക്കട്ടിൽ, പി കെ പാറക്കടവ്, ജോസ് പനച്ചിപ്പുറം എന്നിവരാണ് കുട്ടികളുമായി സംവദിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല സാംസ്കാരിക സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. തുടരുന്നു. ഇന്നലെ ദുബൈയിലെ സലാഹുദ്ദീൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച 9ാമത് ബെറി ഹിൽസ് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മത്സരത്തിൽ മുൻ ജേതാക്കളായ NF ഓൾ സ്റ്റാർസ് 62-നെതിരെ 86 എന്ന സ്കോറിന് നുക്കാഫ് ബ്രിട്ടീസിനെ പരാജയപ്പെടുത്തി. അണ്ടർ 19 സ്കൂൾ വിഭാഗത്തിൽ ഔറോൺ വർക്ക മോഡൽ സ്കൂൾ അബുദാബിയെ 64-43 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ ഇന്റർ സ്കൂൾ വിഭാഗത്തിൽ 34 ടീമുകളാണ് പങ്കെടുത്തത്. വിവിധ രംഗത്തെ നിരവധി പ്രമുഖർ കളി ആസ്വദിക്കാനെത്തി. യൂത്ത് ഇന്ത്യ ക്ലബ് UAE സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ എലൈറ്റ് വിഭാഗത്തിൽ കോപ്പി കോർണർ ദുബായിയുടെ മുനവർ അൻഫാസ് സഖ്യം ജേതാക്കളായി. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ 1-നെതിരെ 2 സെറ്റുകൾക്ക് അവിനാശ് മുനീഷ് സഖ്യത്തെ കോപ്പി കോർണർ പരാജയപ്പെടുത്തി. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരം അബുദാബി അൽ റഹ ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു നടന്നത്. കാറ്റഗറി എ വിഭാഗത്തിൽ സത്യൻ സനയൽ സഖ്യം ജേതാക്കളായി. കാറ്റഗറി ബി വിഭാഗത്തിൽ CCI മുസഫയിലെ ശ്രീജിത്ത് ഫാരിസ് സഖ്യം വിജയിച്ചു. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും അബ്ദുള്ള സവാദ്, CH അനീസുദ്ദീൻ,
താസി അബ്ദുള്ള, ഹൈദർ എന്നിവർ വിതരണം ചെയ്തു. നൈനാൻ ഹുസൈൻ, റഹീം മഠത്തിൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനും ഒമാനിലെ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി അധ്യാപകനുമായ ഹിഷാം അബ്ദുൽ ഖാദർ മസ്കറ്റിൽ നിര്യാതനായി. 58 വയസ്സായിരുന്നു. കൊല്ലം പരവൂർ സ്വദേശിയാണ്. സാമൂഹിക പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചെറുമകനാണ്. 14 വർഷമായി ഒമാനിൽ ജോലി ചെയ്യുകയായിരുന്നു. ശാസ്ത്രരംഗത്തെ സംഭാവനകൾക്ക് പലതവണ ഒമാൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഭാര്യ ആൽഫ ഹിഷാം, 3 മക്കളുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഖബറടക്കം ജന്മനാട്ടിൽ നടക്കും. മലപ്പുറം സ്വദേശിയെ ദമാമിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പൊന്നാനി സ്വദേശി തരിൻ്റെ അകത്ത് സുബൈർ 45 മരണപ്പെട്ടത്. മൃതദേഹം ദമാം സെന്റർ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സബീനയാണ് ഭാര്യ. ഒമാനിലെ കർഷകർ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് 300 ടൺ ഈത്തപ്പഴം. കർഷകരിൽ നിന്ന് നേരിട്ട് ഈത്തപ്പഴം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാർ ഒമാനി കർഷകർക്ക് നേട്ടമാവുകയാണ്. ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ തോത് വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണമെന്ന് മന്ത്രാലയത്തിലെ ഈത്തപ്പഴം മാർക്കറ്റിംഗ് വിഭാഗം മേധാവി കമീസ് ബിൻ അബ്ദുള്ള അറിയിച്ചു. 18.36 ദശലക്ഷം റിയാലാണ് ഈത്തപ്പഴ ഇറക്കുമതിയിലൂടെ കഴിഞ്ഞ വർഷം ഒമാന് വരുമാനമുണ്ടായത്. 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരന് മുസ്ലിം ലീഗിന്റെ പിന്തുണ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എക്സൈസ് മന്ത്രി K ബാബുവും സ്വീകരിക്കുന്ന നിലപാട് മദ്യലോബിയെ സഹായിക്കുന്നതാണെന്ന് ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം വിലയിരുത്തി. ചൊവ്വാഴ്ച ചേരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗ് നിലപാട് അറിയിക്കും. നിലവാരമില്ലാത്ത 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരനും സർക്കാരും 2 തട്ടിലാണ്. നിലവാരം മെച്ചപ്പെടുത്താൻ ബാറുകൾക്ക് നിശ്ചിത സമയം നൽകി ലൈസൻസ് പുതുക്കി നൽകാമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ KPCC പ്രസിഡന്റ് VM സുധീരന്റെ എതിർപ്പ് മൂലം സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ VM സുധീരന്റെ നിലപാടാണ് ശരിയെന്ന് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം വിലയിരുത്തി. നിലവാരം മെച്ചപ്പെടുത്താൻ സമയം നൽകേണ്ടതില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം. മദ്യത്തിന്റെ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടേ സർക്കാർ സ്വീകരിക്കാവൂ. നിലവാരം മെച്ചപ്പെടുത്താൻ ബാറുകൾക്ക് സമയം നൽകണമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും എക്സൈസ് മന്ത്രി K ബാബുവിന്റെയും അഭിപ്രായം UDFന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവില്ല. ഇക്കാര്യം നേരത്തെ തന്നെ മുസ്ലിം ലീഗ് സെക്രട്ടറി KPA മജീദ് മീഡിയ വണ്ണിനോട് പങ്കുവച്ചിരുന്നു. ഞങ്ങൾ മദ്യനിരോധത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് തന്നെ മദ്യനിരോധമാണ്. പക്ഷേ ഘട്ടം ഘട്ടമായി ഈ മദ്യനിരോധത്തിലേക്ക് വരണമെന്ന്. മദ്യവർജനമാണ് UDFന്റെ പോളിസി. അതിലേക്ക് ബാറുകളാണെങ്കിലും മറ്റ് ഔട്ട്ലെറ്റുകളാണെങ്കിലും കള്ള് ഷാപ്പുകളാണെങ്കിലും കുറച്ച് എണ്ണം കുറച്ച് കൊണ്ടുവരണം ഞങ്ങൾ നിലപാട്. അത് സുധീരൻ പറയുന്ന നിലപാടിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. ബാറുകളുടെ പ്രവർത്തനം വിലയിരുത്താൻ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യവും UDF യോഗത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കും. സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് കടുത്ത നിലപാട് സ്വീകരിക്കുന്നതോടെ ബാർ ലൈസൻസ് വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. MK ഷുക്കൂർ, മീഡിയ വൺ, കോഴിക്കോട്. ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഖത്തർ KMCC നേതാവ് സലീം നാലകത്ത്, ഇടത് സാംസ്കാരിക പ്രവർത്തകൻ നാരായണൻ വെളിയങ്കോട്, ഒപ്പം OICC നേതാവ് ജെയിംസ് കൂടൽ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ നാരായണൻ വെളിയങ്കോട്, ഘട്ടം ഘട്ടമായി മദ്യനിരോധനമാണ് തൻ്റെ ലക്ഷ്യമെന്ന് VM സുധീരൻ ഉറപ്പിച്ച് പറയുന്നു. അത് തന്നെയാണ് ഒരുപക്ഷെ സർക്കാരിനെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഒപ്പം എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബുവിനെയും VM സുധീരനിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ആ നിലപാട് തന്നെയാണ് തങ്ങൾക്കുമുള്ളത് എന്ന് ലീഗ് ഉന്നതാധികാര സമിതിയും വിലയിരുത്തുന്നു. ലീഗിന്റെ നിലപാടിൽ, തീരുമാനത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്? ലീഗിന്റെയും അതേപോലെ തന്നെ VM സുധീരന്റെയും നിലപാട് കാപട്യപരമാണ് എന്നുള്ള അവരുടെ പ്രസ്താവനകളിൽ നിന്നല്ല വളരെ വ്യക്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം നിലവാരമില്ലാത്ത നിരവധി ഹോട്ടലുകൾക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 418 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പരമാവധി പരിശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് നിന്നത് സുപ്രീം കോടതിയാണ്. പക്ഷെ ഇന്ന് അവർ അതിനെ പോലും മറികടക്കുന്നതിന് ഇന്ന് ഞങ്ങളൊന്നും ചെയ്തില്ല, കോടതി വിധി പ്രകാരമാണ് ഞങ്ങൾ ഇവർക്കെല്ലാം ബാർ ലൈസൻസ് അനുവദിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചക്കാളത്തി പോരിനൊരുങ്ങുക